നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള നീക്കത്തിൽ സർക്കാർ വാദങ്ങളെല്ലാം പൊളിഞ്ഞുപോയല്ലോ. ശിക്ഷാ ഇളവിന് നീക്കമില്ല എന്നും എല്ലാ അഭ്യൂഹങ്ങളും വിശദീകരിച്ച് സർക്കാർ ശിക്ഷ ഇളവ് നീക്കത്തിൻ്റെ പേരിൽ ജയിലുദ്യോഗസ്ഥരെ തിരക്കിട്ട് സസ്പെൻഡ് ചെയ്തത് സെൽഫ് ഗോളായി മാറി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷൻ നിയമസഭയിൽ ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സസ്പെൻഷൻ വിവരം പുറത്തുവിട്ടത് എന്നുള്ളത് ശ്രദ്ധേയമാവുകയും ചെയ്തു. എല്ലാ ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് അവരെ ബലിയാടാക്കി തടിയുരുകയാണ് എപ്പോഴും സർക്കാർ ചെയ്യുന്നത്. അത് തന്നെ എപ്പോഴും ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് മറികടന്നുള്ള ശിക്ഷാ ഇളവ് നീക്കത്തിൽ കോടതിയലക്ഷ്യ കേസ് വരുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് സർക്കാർ ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ് സർക്കാർ ആവർത്തിച്ച് സഭയിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ശിക്ഷാ ഇളവ് പട്ടിക തയ്യാറാക്കി നൽകിയത് എന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ വിശദീകരണം സർക്കാർ വാദത്തെ സംശയത്തിൽ കൂടെ ആക്കുന്നുണ്ട്. വിഷയം സഭയിൽ ചർച്ചയായ ശേഷമാണ് ശിക്ഷാ ഇളവ് നൽകുന്നതിൽ അഭിപ്രായം തേടി പോലീസ് 3 തവണ ടി.പി. ചന്ദ്രശേഖരൻ്റെ വിധവയായിട്ടുള്ള കെ രമ MLA സമീപിച്ചതുപോലും. അത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി കൂടി കൊളവല്ലൂർ പോലീസിൽ നിന്ന് കെ രമയെ ഫോണിൽ വിളിച്ചിട്ട് അഭിപ്രായം തേടുകയുണ്ടായി. ശിക്ഷാ ഇളവ് നീക്കം സർക്കാർ നിഷേധിക്കുമ്പോഴും അതിനുള്ള പ്രാഥമിക നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിരുന്നു എന്നുള്ളതാണ്. ടി.പി. കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ മറിച്ച് ചെയ്യാൻ സർക്കാരിനാകില്ല. എന്നിട്ടും എന്തിനിത്തരമൊരു നീക്കത്തിന് പിണറായി സർക്കാർ മുതിർന്നു എന്നതാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നത്. ആരെ സംരക്ഷിക്കുവാൻ, എന്തിനു വേണ്ടിയിട്ട്? ഈ നീക്കങ്ങളൊക്കെ വിവാദമായതോടെ ഇക്കാര്യത്തിലെ തുടർ നടപടികൾ സർക്കാരിനും പാർട്ടിക്കും വലിയ പരിക്കുണ്ടാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടും കെ രമയുടെ മൊഴിയെടുക്കലുമായി പോലീസ് മുന്നോട്ട് പോവുകയുണ്ടായി. മുഖ്യമന്ത്രി നയിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഈ പിടിപ്പുകേട് ആയുധമാക്കിയാണ് നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കുന്നതും വെള്ളം കുടിപ്പിക്കുന്നതും. അനധികൃത പരോൾ, നിയമസഭായം, കൂടാതെ ഫോൺ ഉപയോഗം ഉൾപ്പെടെ ജയിലിലെ ചട്ടലംഘനങ്ങൾ തുടങ്ങി പലപ്പോഴായി ടി.പി. ചന്ദ്രശേഖർ കേസ് പ്രതികൾക്കൊപ്പം നിന്ന് കൈപൊള്ളിയ അനുഭവമാണ് CPM-നുള്ളത്. ഇപ്പോൾ പാളിപ്പോയ ശിക്ഷാ ഇളവ് നീക്കം പാർട്ടിക്കുണ്ടാക്കിയ പരുക്കം ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചതുപോലെ എന്തടിസ്ഥാനത്തിലാണ് 20 വർഷക്കാലത്തേക്ക് ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കണ്ട എന്ന് പറയുന്ന ഹൈക്കോടതി വിധി മുൻപിൽ നിൽക്കെ എന്തിൻ്റെ പേരിലാണ് സർക്കാർ ഒരു ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനു തോമസുമായി ബന്ധപ്പെട്ടിട്ട ഒരു കേസ് അറിയാമല്ലോ. മനു തോമസിൻ്റെ ഫേസ്ബുക്ക് വിവാദവും P. ജയരാജനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളുമൊക്കെ വളരെ കൊടുമ്പിരിക്കൊള്ളുകയാണ് CPM-നുള്ളിൽ. അവസാനം പറഞ്ഞു വെക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനുള്ളിൽ ഒന്നിൽ പറയുന്നുണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധവും ഷുഹൈബ് വധവും വിപ്ലവങ്ങളായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ കൂടി ഇനി മനു മുമ്പോട്ട് വച്ചാൽ ഉരുളാൻ പോകുന്നത് ചില വലിയ നേതാക്കന്മാരുടെ തലകളായിരിക്കുമെന്നുള്ള അറിവാണോ ഇവിടെ ഈ പ്രതികളെ സംരക്ഷിച്ചു നിർത്തി അവരെ ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ശ്രമം നടത്തിയത് സർക്കാർ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് അകത്ത് കിടക്കുന്ന പ്രതികളിൽ ആരെങ്കിലുമൊക്കെ സത്യാവസ്ഥ തുറന്നു പറയുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ പെട്ടത് തന്നെ ഇവിടുത്തെ എല്ലാ നേതാക്കളും. CPM-ൻ്റെ വലിയ നേതാക്കളുടെ തലകളായിരിക്കും ഉരുളുക എന്നുള്ളത് ഒരു കാരണവശാലും തെറ്റല്ല എന്ന് പറയേണ്ടി. കാരണം അത് സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനു മുൻപ് ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കിയാൽ അവരപ്പോഴും അന്തംകമ്മികളായി, അടിമകളായി ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് സർക്കാർ ഇപ്പോൾ ഈ ശിക്ഷാ ഇളവ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലേക്ക് പോകുവാനുള്ള കാരണം. ഇല്ലെങ്കിൽ മനു തോമസിനെ പോലുള്ളവർ ഇനിയും ചില കുരുക്കുകൾ ഈ പാർട്ടിക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ടി.പി. ചന്ദ്രശേഖരൻ്റെയും ഷുഹൈബിൻ്റെയൊക്കെ വധം വിപ്ലവങ്ങളല്ല എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് നിന്ന് മനുവിന് തുടങ്ങേണ്ടിയിരിക്കുന്നു. മനു തോമസിൻ്റെ അത്തരത്തിലൊരു തുടക്കം CPM എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഒടുക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.